അങ്ങനെ ദേ ഈ കാണുന്ന നീണ്ട കാലത്തെ പ്ലാനിങ്ങിന് ശേഷം ചെറിയ പെരുന്നാളിന് പോകേണ്ടിയിരുന്ന ടൂറ് ഞങ്ങൾ വലിയ പെരുന്നാളിനാണ് പോകുന്നത്. ഞങ്ങൾ മൈസൂരിലേക്കാണ് പോകുന്നത്. പിന്നെ ഞങ്ങളൊരു വെറൈറ്റിക്ക് പെരുന്നാളിൻ്റെ 2 ദിവസം മുൻപാണ് കേട്ടോ ടൂർ ഞങ്ങൾ പോകുന്നത്. അതായത് ജൂൺ 5 പുലർച്ചെ 3 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയാണ്, ഞങ്ങളുടെ അളിയൻ്റെ ട്രാവലറാണ്, പടിയത്ത് ട്രാവൽസ്. ഞങ്ങൾക്ക് ടൂർ എന്ന് പറഞ്ഞാൽ തീറ്റ ഓൺലി. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 കിലോമീറ്റർ എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി ഒരു അവിൽ മിൽക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ചും കൂടി ദൂരം പോയി ഞങ്ങളൊന്ന് സുബഹി നിസ്കരിക്കാൻ വേണ്ടി നിർത്തുന്നിടത്ത് ഇറങ്ങി ചായയും കടിയും കഴിച്ചു. എന്നിട്ട് വീണ്ടും യാത്രയായി. ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫുഡ് അടിയാണ്. എവിടെയൊക്കെ ഫുഡ് സ്പോട്ട്സ് കാണുന്നുണ്ടോ അവിടെയൊക്കെ നിർത്തി ദേ ഇവളീ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ്. അവിടെ നിർത്തൂ ഇവിടെ നിർത്തൂ എന്ന് പിന്നിൽ നിന്ന് ദേ ഈ കാണുന്നവരൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നിർത്തി കഴിച്ചിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. ഞങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഞങ്ങൾ പറഞ്ഞ ടൈമിലൊന്നും ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ലാന്ന്. ദേ വീണ്ടും തീറ്റ. ഇത് ഞങ്ങൾ വാങ്ങി കഴിച്ചതല്ല കേട്ടോ, ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട് ഫുഡൊക്കെ. അത്രയ്ക്കും കരുതലോട് കൂടിയിട്ടാണ് നമ്മൾ ടൂർ പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. പുട്ട് ആൻഡ് ബീഫ് കറി, ഉച്ചത്തേക്ക് ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പിലിട്ടത് ചമ്മന്തിയൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ടൂർ പോകുമ്പോൾ 2 ബേബീസ് ഉണ്ട് കേട്ടോ, ഒന്ന് എൻ്റെ മോനും ഒന്ന് നാത്തൂൻ്റെ മോനും. രണ്ടുപേരും ഏകദേശം ഒരേ പ്രായക്കാരാണ്. അപ്പം മക്കളെയും കൊണ്ട് മൈസൂർ ട്രിപ്പ് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നതെന്ന് അറിയില്ല, എന്നാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് പോയതാണ്. ഇടയിൽ വെച്ച് നിർത്തി ഒരു ഡൈപ്പർ ചേഞ്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം പോയത് മൈസൂർ പാലസിലേക്കാണ്. ഞങ്ങൾ അതിസാഹസികമായിട്ടേ ഞങ്ങൾ ട്രാവലറിൽ തന്നെ ഇരുന്ന് ഫുള്ള് മറച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം റോയൽ ലുക്കിൽ വേണം മൈസൂർ പാലസിലേക്ക് പോകാൻ എന്ന് എൻ്റെ നാത്തൂൻ്റെ മക്കൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കണം. ആ ഫോട്ടോസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഞങ്ങൾ റോയൽ ലുക്കിൽ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിലുള്ള. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വണ്ടിയിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറ്റി. പിന്നെ എവിടെ പോയാലും നമ്മൾ ആദ്യം പോകുന്നത് ടോയ്ലറ്റിലേക്കാണല്ലോ. അങ്ങനെ ടോയ്ലറ്റ് തപ്പിയുള്ള യാത്രയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത് കേട്ടോ. മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ ഈ നടന്നു വരുന്ന തരുണീ മണികൾ കണ്ടില്ലേ? ഞങ്ങൾ ഫോട്ടോയ്ക്കും വീഡിയോസിനും വേണ്ടി നടത്താണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ? ഞങ്ങൾക്ക് സമപ്രായക്കാർ പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? എന്നാൽ അതിൻ്റെ നാത്തൂൻ്റെ മക്കളൊക്കെയാണ്. സോ മുൻപിൽ നടക്കുന്ന ആൾ നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് എന്നാലും നമ്മൾ സാരിലെ ചിരിച്ച് വീഡിയോസ് എടുത്ത് ഞങ്ങൾക്ക് സ്ഥലങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് ഫോട്ടോസ് എടുത്ത് അതൊക്കെ ഇങ്ങനെ പകർത്തി അതിലാണ് ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്. കണ്ടില്ലേ, ഓടി നടന്നാണ് ഫോട്ടോസ് എടുക്കുന്നത്. എന്നാൽ ഇതൊന്നും ഇഷ്ടമില്ല, കുറേ തന്ത വൈബുകളും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ അവരൊന്നും മൈൻഡ് ആക്കിയിട്ടില്ല, നമ്മൾ ഓടി നടന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഒരു മൈസൂർ പാലസ് കണ്ടപ്പോഴേക്കിനും എല്ലാവരും ആകെ കുഴഞ്ഞു കേട്ടോ. ഇനി എന്തൊക്കെ കാണാനിരിക്കണോ, അതിനുള്ള എനർജി വേണ്ടേ? സോ ഇനി റൂമിലെത്തിയിട്ട് ബാക്കി ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. റൂമിലെത്തി എല്ലാവരും ടയേർഡായിരുന്നു കേട്ടോ, കാരണം നേരെ ഞങ്ങൾ മൈസൂർ പാലസിലേക്കല്ലേ പോയത്. സോ വീട്ടിലെത്തി റെസ്റ്റ് എടുത്ത് ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴിച്ച് മക്കളെയും എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ടാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഫുഡ് നമ്മൾ നെയ്ച്ചോറായിരുന്നു കൊണ്ടുവന്നിരുന്നു കേട്ടോ. Hello guys, so this is our first day at മൈസൂർ. നമ്മളിപ്പോൾ ഇനി പോകുന്നത് വൃന്ദാവൻ ഗാർഡൻസിലേക്കാണ്. സോ ലെറ്റ്സ് സീ. റൂമിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും പറയരുത് കേട്ടോ. ഞങ്ങൾ ആകെ 2 റൂം എടുത്തിട്ടുള്ളൂ. അവിടെ നിരത്തിക്കെടുക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. എൻ്റെ നാത്തൂൻ്റെ മേക്കപ്പ് ഇടൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, എൻ്റെതൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. നേരത്തെ ഡെസ്റ്റിനേഷൻ സോ എങ്ങനെയൊക്കെയോ ഒരുങ്ങി തീർത്ത് എല്ലാവരും അവസാനം പുറത്തിറങ്ങി ഇനിയും ആരൊക്കെയോ റൂമിൻ്റെ ഉള്ളിലുണ്ട്. അവരൊക്കെ ഇറക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൃന്ദാവൻ ഗാർഡനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കുറച്ചൊക്കെ ഒരു ടയേർഡാണ് കേട്ടോ. വന്ന ഒരു ഉഷാറൊന്നും ആർക്കും ഇല്ല. എന്നാലും ഞാനൊക്കെ ഓൾറെഡി സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ മൈസൂർ പാലസ് കണ്ടതുകൊണ്ട് എനിക്ക് നടന്ന് കാണാൻ വലിയ താല്പര്യമില്ല. ഞാൻ റൂമിൽ നിന്നുകൊണ്ട് എന്നൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു നോക്കി, കാരണം കുറച്ച് റെസ്റ്റ് എനിക്ക് ആവശ്യമായിരുന്നു. മോനും നല്ല ടയേർഡായിരുന്നു. എന്നാലും വേണ്ടില്ല, ടൂറിൻ്റെ ഒരു വൈബ് കളയണ്ടെന്ന് കരുതി ഞാനും വീഡിയോ എടുത്തിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങി. ഇതായിരുന്നു കേട്ടോ നമ്മൾ നിന്നിരുന്ന ഒരു റൂംസ്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലക്ഷറി ഒന്നുമല്ല, അത്യാവശ്യം സൗകര്യവും അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള കുറച്ച് റൂംസായിരുന്നു. ഞങ്ങളാകെ 2 റൂംസ് എടുത്തിട്ടുള്ളൂ. ഷോപ്പിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, ടൈം കിട്ടുകയാണെങ്കിൽ ഷോപ്പിങ്ങിന് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഈ തീറ്റയാണ് ഞങ്ങൾ മെയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തിന്നുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് ടൈം കിട്ടില്ല എന്ന് ഓൾറെഡി
നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളതൊന്നും മൈൻഡാക്കിയിട്ടില്ല. സോ വൃന്ദാവൻ ഗാർഡനിലെത്തി ഇതേ ചായ കുടിക്കുന്നു. നെക്സ്റ്റ് തീറ്റ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ചായ ആൻഡ് നല്ല സമൂസ. ഇവിടുത്തെ ചായയും സമൂസയും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. 2-3 സമൂസകളൊക്കെ പലരും ഓർഡർ ചെയ്ത് കഴിച്ചിരുന്നു. അങ്ങനെ വൃന്ദാവൻ ഗാർഡനിലെത്തിയപ്പോൾ പിന്നെ നല്ല വെളിച്ചം. റീൽസ് എടുക്കാനുള്ള പ്ലാനിലാട്ടോ എല്ലാവരും. റീൽസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഓൺ ദ സ്പോട്ട് കൊറിയോഗ്രാഫിയിൽ 2-3 റീൽസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കണം എന്ന പ്ലാനിലായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവർ അത്രയ്ക്ക് നമ്മുടേതിനനുസരിച്ചിട്ടുള്ള വൈബ് അവർക്കില്ലാത്തത് കൊണ്ട് റീൽസൊക്കെ എടുക്കുമ്പോൾ അത്ര ഒരു എൻകറേജ്മെൻറ്റ് നമുക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ. ഈ നടന്ന് വരുന്നത് എൻ്റെ മൂത്ത നാത്തൂനാണ് കേട്ടോ. മൂത്ത നാത്തൂൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സമപ്രായക്കാരാണ്. അവളെ ഞാൻ പ്രായം കൂട്ടി കാണുകയാണെന്ന് അവൾക്കൊരു തോന്നൽ വേണ്ട. കുറച്ച് നേരം വീണ്ടും നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ആ വാട്ടർ ഫൗണ്ടൻ ഉണ്ടല്ലോ, ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ. 6:30 ടൈമിന് അങ്ങോട്ട് എത്തണം. ഒരറ്റത്ത് നിന്ന് ആ അറ്റം വരെ നടന്നാലാണ് അങ്ങോട്ട് എത്തുക. സോ ആ നടത്താണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയിൽ റീൽസ് എടുക്കുന്നുണ്ട്, ഓടി നടന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്, ഫാമിലി റീൽസ്, കുട്ടികളുടെ റീൽസ് എല്ലാതും അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാൻ ലേറ്റ് ആവും എന്നാണ് നമ്മുടെ കൂടെയുള്ളവർ ബാക്കിയുള്ളവർ പറയുന്നത്. നമ്മളതൊന്നും വകവെക്കുന്നില്ല. കാരണം അവസാനം ഒരു ടൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കി ചിരിക്കാനും നമ്മുടെ മെമ്മറീസൊക്കെ ഈ ഫോട്ടോസും വീഡിയോസും തന്നെ ഉണ്ടാവുള്ളൂ. കണ്ടതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിലും ഈ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും കാണുമ്പോൾ അതൊരു രസം തന്നെ അല്ലേ. അങ്ങനെ നടന്ന് നമ്മൾ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ അവിടെ എത്തിയെങ്കിലും നമ്മൾ ആ ഷോ തീരാനായ നേരത്താണ് എത്തിയത്. ജയ് ഹോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിർത്തുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ എത്തിയത്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു, പക്ഷേ തീർന്നു പോയി ഷോ. വീണ്ടും ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്ത് ആ ഷോ പകുതി വരെയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഫുഡ് തീറ്റയായതുകൊണ്ട് വൃന്ദാവൻ ഗാർഡൻസിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ സ്ട്രീറ്റിൽ ഷോപ്പിങ്ങിന് പകരം ഫുഡിങ് ആയിരുന്നു. നടന്ന് എല്ലാതും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ ഡിന്നർ കഴിക്കാൻ എംപയർ ഹോട്ടലിൽ കയറി. അപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ച് റൂമിലെത്താമെന്നൊരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. സോ ഫുഡ് കഴിച്ചു, റൂമിലെത്തി കിടന്നുറങ്ങി. അടുത്ത ദിവസത്തെ വീഡിയോസ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.